ഹലോ ഗൈസ്, ഇപ്പോൾ ഫാബ് ലോക്ക് എങ്ങനെ നമുക്ക് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ വീഡിയോ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡോർ ഫിറ്റ് ചെയ്തിട്ട് PVC ഡോറാണ് കേട്ടോ, അത് ഫ്രിഡ്ജ് ടൈപ്പാണ് വരുന്നത്. ഇതൊരു ഫാബ് ലോക്ക് ബാക്കിലാണ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം. പക്ഷെ ഇതിലും റീപ്പറൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്രൂ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ടിലൊക്കെ മരം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫാബ് ലോക്ക് വരുന്നത് കേട്ടോ. ആദ്യം ഫാബ് ലോക്ക് വന്നിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റും റൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ലെഫ്റ്റും റൈറ്റും വേറെ വേറെ ബോക്സ് ആയിരുന്നു. അപ്പം അങ്ങനെയല്ല വരുന്നത്. കുറച്ച് വാർണിങ്ങിൻ്റെ ഒരു പേപ്പർ കൂടി വെച്ചിട്ടുണ്ട്. ഇതിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയണതാണ് കേട്ടോ ചെയ്തിരിക്കണം. സ്ക്രൂ ഐറ്റംസ് വരുന്നുണ്ട്. സ്ക്രൂ ഐറ്റംസ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് പോവാതെ നോക്കണം, കാരണം കറക്റ്റ് എണ്ണാണ് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ പേപ്പർ കഷ്ണം കൊണ്ട് വന്നിട്ടുണ്ട്. അത് വഴിയെ പറഞ്ഞു തരാം ഞാൻ. അത് കളയാൻ പാടില്ല, ആവശ്യമില്ലാണ്. പിന്നെ വരുന്നത് ഈ ബട്ടൺ വരുന്നത് നമ്മുടെ കട്ട്ലൈന് അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ. പൊക്കത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യലാണ് അത് ഞാൻ പറഞ്ഞത്. അത് സെറ്റായി വരുമ്പോൾ മനസ്സിലാവുള്ളൂ. ലാസ്റ്റ് പറഞ്ഞുതരാം. വരുന്ന ഫ്രണ്ടിൽ വരുന്ന ഭാഗം. അടുത്ത് വരുന്നത് തന്നെ ബാക്ക് സൈഡിൽ വരുന്ന കേട്ടോ. നമ്മൾ ഡോറിൻ്റെ ഉൾഭാഗത്ത് വരുന്നതാണ്. ഈ പേപ്പറിൻ്റെ കഷ്ണം ഉണ്ടോ, നമ്മൾ ഈ അളവിലാണ് ഹോൾ അടിക്കേണ്ടതും. ആ ഫാബ് ലോക്കിൻ്റെ ലോക്ക് സ്ക്രൂ വരുന്ന ഒരു അളവാണ് കേട്ടോ ഇത്. നമുക്ക് ഡോറിൽ വെച്ചിട്ട് ഈ 3 ഹോളും ഉണ്ടോ, ഈ 3 ഹോളും ഇതേപോലെ ഹോൾ അടിക്കണം. ഇങ്ങനെ വെച്ച് ഹോൾ അടിക്കണം. സെൻറ്ററിലെ ഹോള് മാത്രം കുറച്ച് റൗണ്ട് ആക്കി എടുക്കണം കേട്ടോ. 3 ഹോള് ഫസ്റ്റ് ഇങ്ങനെ അടിക്കുക. ഇതേ അളവ് വെച്ചിട്ട് 3 ഹോൾ അടിക്കുക ആദ്യം. നമുക്ക് പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെൻറ്ററിലാണ് വലിയ ഹോള് ചെയ്യേണ്ടത്. ബാക്കി 2 ഹോളും ചെയ്ത 5ൻ്റെ വിട്ടിട്ട് ഹോൾ അടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഓട്ടോസ് സെറ്റ് ചെയ്യുന്ന ഒരു ബിറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് ചെറുതുണ്ടെങ്കിൽ എടുക്കാം, കാരണം ഇതിന് ചെറുതിന് ബിറ്റ് വരില്ല. പിന്നെ ഇത് വലുതേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഹോളിനെ അടിക്കുന്നത്. ഇതിന് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലോക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ലോക്ക് ഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ പൊട്ടിച്ച് കളയാം ഹോൾ അടിച്ചതിൻ്റെ. പൊട്ടിച്ച് കളയാൻ കേട്ടോ. ഇതിന് കുറച്ച് ചെറിയ ബിറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഹോൾ അടിക്കാം കേട്ടോ. പിന്നീട് വേറെ ബിറ്റ് ഇതിനും ഇല്ല, അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഹോൾ അടിച്ച്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇത് ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ്. ബാക്ക് സൈഡിലാണ് വരുന്നത്. 2 സ്ക്രൂ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഒരു ക്യാപ്പ് വരുന്നുണ്ട്, ഒരു മാസ്ക് വരുന്നുണ്ട്. മാസ്കാണ് ആദ്യം പിടിപ്പിക്കേണ്ടത്. ഇതിനായിട്ട് നീളം കൂടി സ്ക്രൂ ആണ് എടുക്കേണ്ടത് കേട്ടോ. നീളം കൂടി സ്ക്രൂ എടുക്കുക. 2 ഇഞ്ചോളം വരും സ്ക്രൂ. ഫ്രണ്ടിൽ വരുന്നത് മാസ്ക് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സ്ക്രൂ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് കാണിച്ച 3 സ്ക്രൂകളുടെ 2 സ്ക്രൂ ആണ് വരുന്നത്. മുകളിലും താഴത്തും വരുന്നതിന് 2 സ്ക്രൂ ആണ് വരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ 2 സ്ക്രൂ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഫസ്റ്റ് ഇങ്ങനെ വെക്കണം. ഫ്രണ്ടിൽ നിന്ന് 2 സ്ക്രൂ 2 ഹോളായിട്ട് വെച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടത് ബാക്കിൽ വരുന്ന ഫാബ് ലോക്ക് ഇങ്ങനെ ആ സെൻറ്ററിൽ ആ ഹോളിൽ വേറെ രീതിയിൽ വെച്ച് കൊടുക്കുക, ഇങ്ങനെ വെക്കുക. പിന്നെ മുകളിലും താഴത്തായിട്ട് ഇങ്ങനെ ഒരു സ്ക്രൂ കൊണ്ടൊരു ഹോൾ ഉണ്ടാവും. ഹോൾ തന്നെ വെച്ച് സ്ക്രൂ ഇങ്ങനെ ചെറിയൊരു വര കാണാൻ പറ്റും, ഇങ്ങനെ ചാല് പോലെ. അതിന് നേരെ ആയിരിക്കും ഹോൾ ഉണ്ടാവുക. അപ്പോൾ ഹോളിലേക്ക് സ്ക്രൂ വെച്ച് കൊടുത്ത് ടൈറ്റ് ചെയ്താൽ മതി. ഈ ഹോളിൽ കറക്റ്റായിട്ട് തന്നെ സ്ക്രൂ കയറുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം ഫ്രണ്ട് ക്യാപ്പിൽ നിന്ന്
ഇങ്ങോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫാബ്രിക് ലോക്ക് സെറ്റായിട്ട് ഇരുന്നോളും. സ്ക്രൂ ഹോൾ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഈ ക്യാപ്പിൽ നിന്ന് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ സെറ്റായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. വീണ്ടും 2 സ്ക്രൂ കൂടി വേറെ ചെയ്യാനുണ്ട്. ഈ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് സ്ക്രൂ ആണ് രണ്ടും ചെയ്യേണ്ടി വരാം കേട്ടോ. അപ്പോൾ അതിലും 1.5 ഇഞ്ച് സ്ക്രൂ ആ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 2 ഹോളിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഹോസ് സ്ക്രൂ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മരം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. മൊത്തം സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഒരു പോരൊന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് ഹാൻഡിലാണ് വെക്കേണ്ടത്. ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന റൗണ്ട് ടേപ്പാണ്. പക്ഷെ ഫസ്റ്റ് വയ്ക്കുമ്പോൾ ഈ പേപ്പറിൻ്റെ കഷ്ണം വയ്ക്കണം. അത് നമ്മൾ ഈ ഹാൻഡിലിൻ്റെയും ഈ ഫാബ്രിക് ലോക്കിൻ്റെ ഫ്രണ്ട് വരുന്ന ക്യാപ്പിൻ്റെ ഇതിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വയ്ക്കുന്നത്. കാരണം അല്ലെങ്കിൽ ടൈറ്റായിട്ട് വയ്ക്കാൻ പാടില്ല. ചെറിയൊരു നൂലിക്ക് ഒരു കനം കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിൻ്റെ കനത്തിനൊരു ചെറിയ സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. നമുക്ക് ഹാൻഡിൽ വെച്ചിട്ട് അതിൽ സ്ക്രൂ കൂടി ചെയ്യാൻ പറ്റും. അതിൽ 1 ഇഞ്ച് നീളം വരുന്ന ഒരു സ്ക്രൂ കിട്ടോ. 1 ഇഞ്ച് 1.25 ഇഞ്ചോട്ട് നീളം വരുന്ന സ്ക്രൂ ആണ് ചെയ്യുന്നത്. ഈ സ്ക്രൂ ഹോൾ ഇട്ട് ടൈറ്റ് ചെയ്യാം. സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യണം ആദ്യം. സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ പേപ്പർ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പ് വെക്കണതാണ് അത് ലൈഫിന് നിൽക്കുള്ളൂ. കാരണം കേട് വരാൻ ചാൻസ് കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടാണ് പേപ്പറിന് വരും. അപ്പോൾ ഫാബ്രിക് ലോക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഡോറിൻ്റെ കട്ടലയിലും കൂടി ഒരു മോൾഡ് വെക്കാനുണ്ട്. മോൾഡ് വയ്ക്കുമ്പോൾ ചെറിയ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ സ്പേസിൻ്റെ അനുസരിച്ചിട്ട് ഈ കാണുന്ന 3 ബട്ടൺ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ബാക്കിൽ വെച്ച് കൊടുത്തിട്ട് സ്ക്രൂ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ലെവല് കിട്ടും. ചില കട്ടല സൈസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ 3 ഏതെങ്കിലും ഒന്ന് വെക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ചെറുതാണെങ്കിൽ വെക്കേണ്ടി വന്നത് പോലെ ബാക്കിൽ നിന്ന് വെച്ച് കൊടുത്ത് സ്ക്രൂ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ അത്ര ചെറിയ സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടി ഉള്ളൂ. നമുക്കത് 3 ബട്ടൺ മനസ്സിലായിട്ടില്ല. നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം അതിൽ ഹോൾ ഉണ്ടാവും. അപ്പോൾ അത് ബാക്കിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഹൈറ്റിന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫാബ്രിക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാനൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ കോഡ് ചെയ്താലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും.